യമനിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട നിമിഷപ്രിയയ്ക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി. ദിയാധനം നൽകാൻ കേന്ദ്ര സഹായം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അർജുൻ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ 16-ാം തീയതി വധശിക്ഷ നടപ്പിലാക്കാനുള്ള തീരുമാനം വരുന്ന സമയത്ത് കേന്ദ്രം വളരെ ആക്റ്റീവായി അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണമെന്ന ആവശ്യം ഉയരുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു അപേക്ഷ കൂടി വരുന്നത്. എത്രത്തോളം പ്രായോഗികമായിരിക്കും, എത്രത്തോളം സാധ്യതകൾ അവശേഷിക്കുന്നുണ്ട് അർജുൻ? ഒരാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സാധ്യത ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമായിരിക്കും എന്നുള്ളൊരു ബോധ്യമാണ് ഇത്തരത്തിലൊരു പെറ്റീഷനിലേക്ക് കാര്യങ്ങൾ വടിവെച്ചിരിക്കുന്നത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിൻ്റെ ഭാഗമായിട്ടാണ് അവരാണ് ഇത്തരത്തിലൊരു റിറ്റ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന് വേണ്ടി അഭിഭാഷകൻ സുഭാഷ് ചന്ദ്രനാണ് ഈ റിറ്റ് ഫയൽ ചെയ്തിരിക്കുന്നത്. രണ്ട് ആവശ്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ റിറ്റിൽ, ഈ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, ദിയാധനം നൽകാനായിട്ട് ഒരു നയതന്ത്ര തലത്തിൽ ഒരു ഇടപെടൽ കേന്ദ്ര സർക്കാർ ഒരുക്കി നൽകണം. അതിലൂടെ കുടുംബത്തിന് ദിയാധനം നൽകി നിമിഷപ്രിയയുടെ മോചനത്തിലേക്കോ അതല്ലെങ്കിൽ ശിക്ഷാ ഇളവിലേക്കോ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചേക്കാം, അല്ലെങ്കിൽ ആ ഒരു സഹായത്തിലേക്ക് കാര്യങ്ങൾ പോയേക്കാം എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, ഈ കൊല്ലപ്പെട്ട യമൻ പൗരൻ്റെ കുടുംബവുമായി നേരിട്ട് ഒരു ചർച്ചയ്ക്ക് ഈ സേവ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലും അതുപോലെ തന്നെ നിമിഷപ്രിയയുടെ കുടുംബത്തെയും കൊണ്ടെത്തിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള സഹായം കൂടി യമനിലെ ഇന്ത്യൻ എംബസിയും അതുപോലെ കേന്ദ്ര സർക്കാരും വിദേശകാര്യ മന്ത്രാലയവും അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ കൂടി നടത്തണമെന്നുള്ള കാര്യം കൂടി ഈ റിട്ടിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല, വിദേശകാര്യ മന്ത്രാലയത്തെയും അതുപോലെ തന്നെ യമനിലെ ഇന്ത്യൻ എംബസിയുമാണ് ഇപ്പോൾ പ്രതി ചേർത്തിരിക്കുന്നത്. ഇന്ന് തന്നെ സുപ്രീം കോടതിയിൽ ഈ കാര്യം, ഈ റിട്ട് മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് എന്തായാലും സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൗൺസിൽ പോകുന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കുന്നു. തീർച്ചയായിട്ടും യമനിലെ ഹൂതി ഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ ഇന്ത്യക്ക് നേരിട്ട് ഇങ്ങനൊരു ഹർജി